മഴതോരും മുൻപെയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രേസമ്മയും മാമച്ചനും രേവതിക്കുട്ടിയും ഷെറിനും ചേർന്ന് ത്യാഗഭവനത്തിലേക്ക് പോവുകയാണ്. ത്യാഗഭവനത്തിന്റെ ഗേറ്റിനരികെ കാർ ചെന്ന് നിന്നു. മുൻ വരാന്തകളിൽ ലൈറ്റുകൾ തെളിഞ്ഞിരുന്നു. രേവതിക്കുട്ടിയേക്കാൾ മുൻപേ മാമച്ചന് കാറിൽ നിന്നും ഇറങ്ങി വാ. ഡോർ തുറന്നുകൊണ്ട് ഗ്രേസമ്മ ഷെറിനെ ക്ഷണിച്ചു. ഷെറിന് അതിശയമായിരുന്നു. എല്ലാവരുടെ മുഖത്തും അനിയന്ത്രിതമായൊരു തിടുക്കവും സന്തോഷവും കാണാനുണ്ട്. ഇത് നമ്മൾ അന്ന് വന്ന സ്ഥലമല്ലേ ആൻറ്റി? ഓർഫനേജിലുള്ള ഒരു കുട്ടിയെ കാണുവാൻ വേണ്ടി? ഷെറിൻ സംശയത്തോടെ ചുറ്റുപാടുകൾ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതുതന്നെ മോളെ സ്ഥലം. ഇങ്ങോട്ട് ഇറങ്ങി വാ. വേണ്ട ആൻറ്റി, ഞാനിവിടെ കാറിനകത്തിരുന്നോളാം. എനിക്ക് ഓർഫനേജിലെ കുഞ്ഞുങ്ങളെ കാണാൻ വയ്യ, അതിനുള്ള ശേഷിയില്ല. ഇന്ന് പക്ഷേ അത് പറ്റില്ല, നീയും കൂടി വന്നേ പറ്റൂ, മാമച്ചൻ പറഞ്ഞു. ഷെറിൻ ദയനീയമായി അയാളെ നോക്കി. ഗത്യന്തരമില്ലാതെ കാറിൽ നിന്ന് ഇറങ്ങി. മാമച്ചൻ പറയുമ്പോൾ അനുസരിക്കാതിരിക്കാൻ വയ്യ. ഷെറിൻ അനുസരണയുള്ള കുഞ്ഞിനെ പോലെ അവരുടെ കൂടെ നടന്നു. ആൻറ്റി, നമ്മൾ കുറച്ചു ദിവസം മുൻപല്ലേ വന്ന് കണ്ടിട്ട് പോയത്? ഇങ്ങനെ പെട്ടെന്ന് വീണ്ടും വരാൻ എന്താ കാരണം? അതോ ഇങ്ങനെ എല്ലാ ആഴ്ചയും വരാറുണ്ടോ? ഷെറിൻ്റെ സംശയങ്ങൾക്ക് ആരും മറുപടി കൊടുത്തില്ല. മാമച്ചൻ മുൻപേ നീങ്ങിക്കഴിഞ്ഞിരുന്നു. കൂടെ തന്നെ രേവതിക്കുട്ടിയും. മടിച്ചു നിന്ന ഷെറിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഗ്രേസമ്മ പതിയെ നീങ്ങി. കോളിമ്പൽ കേട്ട് കോൺവെന്റിന്റെ വാതിൽ തുറന്നു വന്ന സിസ്റ്റർ ആഗ്നസ് മാമച്ചനെയും രേവതിക്കുട്ടിയും കണ്ട് ആശ്ചര്യപ്പെട്ടു. ഇവർ കഴിഞ്ഞയാഴ്ചയാണല്ലോ വന്നിട്ട് പോയത്. ഇപ്പോൾ പെട്ടെന്ന് രാത്രിയിൽ വരാൻ എന്താ കാരണം? ഞങ്ങൾക്ക് ചിന്നുമോളെ ഒന്ന് കാണണം, മാമച്ചൻ പറഞ്ഞു. അയ്യോ, സമയം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ കാണാൻ പറ്റുമോ? 7:30 മണി കഴിഞ്ഞു. അവൾക്കൊരു സമ്മാനം കൊടുക്കാനുണ്ട് സിസ്റ്റർ. ഇവിടെ ഏൽപ്പിച്ചാൽ മതി, ഞങ്ങൾ കൊടുത്തോളാം. അതുപോരെ? പോരാ, നേരിട്ട് കൊടുക്കണം. മാമച്ചൻ്റെ സ്വരത്തിൽ അല്പം അധികാരമുണ്ടോ? സിസ്റ്റർ ആഗ്നസ് വിസ്മയാധീനയായി. ബുദ്ധിമുട്ടിക്കുന്നതിൽ വിഷമമുണ്ട് സിസ്റ്റർ, പക്ഷെ ഞങ്ങൾക്ക് അവളെ കാണണം. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വരികയാണോ? രാത്രി ആയതുകൊണ്ടാ ചോദിച്ചത്. അല്ല സിസ്റ്റർ, ചിന്നുമോളെ കാണാൻ വേണ്ടി മാത്രം എറണാകുളത്ത് നിന്ന് കാറോടിച്ച് വരികയാണ്. അപ്പോഴേക്കും ഷെറിനും ഗ്രേസമ്മയും കൂടി അവിടേക്ക് വന്നു. എന്നാൽ സിസ്റ്റർ ആഗ്നസിന് മാമച്ചനെ മുഷിപ്പിക്കാൻ വയ്യായിരുന്നു. ചിന്നുമോളെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളാണ്. അതുകൂടാതെ ഓർഫനേജിന് വേണ്ടിയും കൈയയച്ച് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആഗ്നസ് സിസ്റ്റർ അകത്തേക്ക് പോയി. അല്പം കഴിഞ്ഞ് ഒരു താക്കോൽ കൂട്ടവുമായി വന്നു. ഓർഫനേജിന്റെ ഓഫീസ് കെട്ടിടത്തിന് നേർക്ക് സന്ദർശകരെയും കൂട്ടിക്കൊണ്ട് നടന്നു. ഓഫീസ് റൂം തുറന്ന് സന്ദർശകർക്കുള്ള മുറിയിൽ അവരെ സ്വീകരിച്ചിരുത്തി. ഇവിടെ ഇരിക്കുക കേട്ടോ, കുട്ടികളിപ്പോൾ അത്താഴം കഴിക്കുകയായിരിക്കും, സിസ്റ്റർ ആഗ്നസ് പറഞ്ഞു. ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണോ? എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ കൊണ്ടുപോയി കൊടുത്താൽ പോരെ? അത് വേണ്ട, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം സിസ്റ്റർ. ഞങ്ങൾക്കെല്ലാവർക്കും കാണണം. ഞാൻ ചെല്ലാം, എനിക്കറിയാമല്ലോ അവരുടെ ഭക്ഷണമുറി, രേവതിക്കുട്ടി പറഞ്ഞു. സിസ്റ്റർ ഒരു നിമിഷം ആലോചിച്ച് നിന്നു. ആരാ എൻ്റെ കൂടെ വരുന്നത്? രേവതിക്കുട്ടി ചോദിച്ചു. മാമച്ചനും ഗ്രേസമ്മയും പരസ്പരം നോക്കി. മാമച്ചനും വായ തുറക്കാൻ ഭാവിച്ചപ്പോഴേക്കും ഞാൻ വരാം എന്ന് പറഞ്ഞ് ഗ്രേസമ്മ മുൻപോട്ട് കയറി നിന്നു. രേവതിക്കുട്ടിയും ഗ്രേസമ്മയും കൂടി ട്യൂബ്ലൈറ്റിന്റെ പ്രകാശം വീണുകിടന്ന നീണ്ട വരാന്തയിലൂടെ നടന്നു. 2 കെട്ടിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മേൽക്കൂരയുള്ള ഒരു നടപ്പാതയുണ്ടായിരുന്നു. അതിലൂടെ അവർ 2ാമത്തെ കെട്ടിടത്തിലെത്തി. സിസ്റ്റർ ആഗ്നസ് പറഞ്ഞതുപോലെ കുട്ടികളെല്ലാവരും അത്താഴം കഴിക്കുകയായിരുന്നു. അല്പം മുതിർന്ന കുട്ടികൾ ഡെസ്കും ബെഞ്ചുമുള്ള ഭാഗത്തിരുന്നാണ് കഴിക്കുന്നത്. ചെറിയ കുട്ടികൾ നിലത്ത് വിരിച്ച കാർപ്പറ്റ് ഇരുന്നു കൊണ്ടും. ഹാളിന്റെ മധ്യത്തിലെ വാതിൽ കടന്നു നിന്നുകൊണ്ട് രേവതിക്കുട്ടി കുട്ടികൾക്കിടയിൽ എവിടെയാണ് ചിന്നുമോൾ എന്ന് നോക്കി. എന്നിട്ട് ഗ്രേസമ്മയുടെ കൈമുട്ടിൽ തോണ്ടി. ആൻറ്റി, ദാ അത് കണ്ടോ? രേവതിക്കുട്ടി ചൂണ്ടിക്കാണിച്ചു. നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് സ്റ്റീൽ പ്ലേറ്റിൽ നിന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഉദാസീനമായി കഞ്ഞി കോരി കുടിക്കുന്ന ചെറിയ കുട്ടി. ചിന്നുമോളെ ഗ്രേസമ്മയും കണ്ടു. ഗ്രേസമ്മ സ്നേഹപരവശയായി. അവർക്ക് കരച്ചിലും വന്നു. തൻ്റെ മകൻ്റെ കുഞ്ഞാണത്. അവനിപ്പോൾ ഭൂമിയിലില്ല, മൺമറഞ്ഞു പോയിട്ട് 6 വർഷം. താൻ ആദ്യമായിട്ടാണ് ചിന്നുമോളെ കാണുന്നതെന്ന് രേവതിക്കുട്ടിക്കും തോന്നി. തൻ്റെയും അലീന ചേച്ചിയുടെയും കൈകളിൽ കിടന്ന് വളർന്ന അനാഥക്കുട്ടിയാണ്. ഇപ്പോൾ അത്ഭുതകരമായ തിരിച്ചറിവുകളുടെ സ്വർണ്ണനൂലിഴകൾ കൊണ്ട് തങ്ങളെല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഉറവ കിനിഞ്ഞു വന്ന കണ്ണുനീരിലൂടെ അവൾ ആ പൊന്നൂലിഴകൾ കണ്ടു. അലീന ചേച്ചി നിന്നാണ് അവ ഊടും പാവുന്നേത് തുടങ്ങിയത്. ആരെയെല്ലാം തമ്മിൽ ഇണക്കി ചേർത്തുകൊണ്ടാണ് അവ പടർന്നു പോകുന്നത്. ചിന്നുമോൾ കഞ്ഞി കുടിക്കുന്നത് മതിയാക്കി അവളുടെ പ്ലേറ്റുമായി എഴുന്നേറ്റു. എച്ചിൽ പ്ലേറ്റുകളും സ്പൂണുകളും കഴുകി വെക്കേണ്ട സ്ഥലത്തേക്ക് ചെന്ന് ടാപ്പ് തുറന്ന് അവ കഴുകി. ഒരു വലിയ ചരുവത്തിനുള്ളിൽ അവ നിക്ഷേപിച്ചു. അവൾ പോയി കൈയും വായും കഴുകി. തിരികെ വരുന്നതിനിടയിൽ കുനിഞ്ഞു ഫ്രോക്കിന്റെ തുമ്പ് ഉയർത്തി മുഖം തുടച്ചു. എന്നിട്ട് നിവരുമ്പോഴാണ്
അവൾ ഹാളിന്റെ വാതിലിനടുത്ത് നിന്ന് നടന്നു വരുന്ന രേവതിക്കുട്ടിയെ കണ്ടത്. കൂടെ അവൾക്ക് മുൻപ് പരിചയമുള്ള ഗ്രേസി ആന്റിയും. ചിന്നുമോൾ ചിരിയോടെ 2 നിമിഷം രേവതിക്കുട്ടിയെ നോക്കി നിന്നു. അവളുടെ കൊച്ചു കണ്ണുകളിൽ സന്തോഷത്തോടൊപ്പം അതിശയവും നിറഞ്ഞു. രേവതിക്കുട്ടിയേക്കാൾ ഒരു ചൂട് മുൻപേ അവളെ സമീപിച്ചത് ഗ്രേസമ്മയായിരുന്നു. അവർ കുനിഞ്ഞ് ചിന്നുമോളുടെ ചുമലിലും പിടിച്ചു. അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഗ്രേസമ്മയാന്റി ഒച്ചയില്ലാതെ കരയുന്നത് കണ്ട് ചിന്നുമോൾ അമർന്നുപോയി. "എൻ്റെ പൊന്നെ" എന്ന് തേങ്ങിക്കൊണ്ട് ഗ്രേസമ്മ അവളെ തന്നെ ദേഹത്തേക്ക് വാരി അണച്ചു. അത് കണ്ടപ്പോൾ രേവതിക്കുട്ടിക്കും കരയണമെന്ന് തോന്നി. ഹാളിലുണ്ടായിരുന്ന കുട്ടികൾ അമ്പരപ്പിൽ നോക്കി നിൽക്കുകയാണ്. അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ നിന്നിരുന്ന മുതിർന്നവരും. ഓർഫനേജിന്റെ കാര്യാലയത്തിലെ പാർലറിൽ കാത്തുനിന്ന മാമച്ചന് ക്ഷമയറ്റു. സമയം എന്തുമാത്രമാണ് കടന്നുപോയത്. ചിന്നുമോളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയവർ എന്തു ചെയ്യുകയാണ്? മാമച്ചൻ ആലോചിച്ചുകൊണ്ടേ നിന്നു. സിസ്റ്റർ ആഗ്നസ് ഷെറിനുമായി ഇടയ്ക്കിടെ അല്പാൽപം സംസാരിക്കുന്നുണ്ടായിരുന്നു. അലീനയുടെ ഇളയമ്മ എന്നാണ് മാമച്ചൻ അവളെ സിസ്റ്റർ ആഗ്നസിന് പരിചയപ്പെടുത്തിയത്. മറ്റൊരു ബന്ധം കൂടി പറയാനുണ്ടെന്നും അതുടനെ പറയാമെന്നും കൂടി അയാൾ അറിയിച്ചു. എവിടെയാണ് ഷെറിൻ താമസിക്കുന്നത്? കല്യാണം കഴിച്ചോ? ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഇത്യാദി ചോദ്യങ്ങൾക്കെല്ലാം ഷെറിൻ സിസ്റ്റർ ആഗ്നസിന് മറുപടി കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ കാത്തു നിൽക്കെ ഗ്രേസമ്മയും രേവതിക്കുട്ടിയും വരുന്നത് മാമച്ചൻ കണ്ടു. ഗ്രേസമ്മ കുട്ടിയെ തോളത്തിട്ടുകൊണ്ടാണ് വരുന്നത്. അത് കണ്ടപ്പോൾ മാമച്ചന്റെ നെഞ്ച് പിടച്ചു. അകാലത്ത് തങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ തൻ്റെ ഏകപുത്രന്റെ ജീവനാണ് ഗ്രേസമ്മ തിരികെ കൊണ്ടുവരുന്നത്. അത് ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ടെന്ന് വർഷങ്ങളോളം തങ്ങൾ അറിഞ്ഞിരുന്നില്ല. അവന്റെ ശരീരമില്ലെന്നേയുള്ളൂ. പാർലറിന്റെ വാതിക്കലെത്തിയപ്പോൾ ഗ്രേസമ്മ ചിന്നുമോളെ താഴെ നിർത്തി. എന്നിട്ട് മുറിക്കുള്ളിലേക്ക് കൈ ചൂണ്ടി ചോദിച്ചു, "അതാരാണെന്ന് മോൾക്കറിയോ?" ചിന്നുമോൾ ഉടൻ തിരിച്ചറിഞ്ഞു. "അറിയാം." ചിന്നുമോൾ തലകുലുക്കി. "മാമച്ചൻ അങ്കിൾ." "അതോ?" ഗ്രേസമ്മ ഷെറിന്റെ നേർക്ക് വിരൽ ചൂണ്ടി. "ഇല്ല, ചിന്നുമോൾക്ക് പരിചയമില്ല." "ഇല്ലെന്നവൾ തല വെട്ടിച്ചു." മാമച്ചന്റെ പിറകിലായിരുന്നു ഷെറിൻ. അവൾ ചിന്നുമോളുടെ നേർക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു. അവളുടെ തലച്ചോറിനുള്ളിൽ ഏതോ ദുരൂഹതയുടെ മന്ത്രോച്ചാരണങ്ങൾ ഉതിർന്നു. അവളുടെ ഓർമ്മകളിൽ ഒരു ചുഴലിക്കാറ്റിന്റെ കെട്ടുകളഴിഞ്ഞു. അവളുടെ നെഞ്ചിൽ ഒരു പാൽക്കടൽ പ്രക്ഷുബ്ധമായി. "ദൈവമേ, ഇതാരാണ്?" രേവതിക്കുട്ടി ചിന്നുമോളെ അവളുടെ മുന്നിലേക്ക് നീക്കി നിർത്തി. "ഞങ്ങളുടെ ചിന്നുമോളാ ഇത്. ഷെറിൻ ചേച്ചി ഒന്ന് നോക്കിക്കേ, പരിചയമുണ്ടോന്ന്." ഷെറിന്റെ ഉടൽ ഒരു ശീതക്കാറ്റടിച്ചെന്ന പോലെ കുളിർന്ന് വിറച്ചു. പിന്നെ ഒരു വെളിപാടിന്റെ അഗ്നിപർവ്വതം. ലാവ തിളച്ചുമറിഞ്ഞ് അഗ്നിശലാകകൾ ഉതിർത്ത് ഒരു പൊട്ടിത്തെറി കൈക്കിടിലം കൊണ്ടു. "ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്ക്, ചേച്ചിയുടെ പൊന്നും മോളല്ലേന്ന്." രേവതിക്കുട്ടിയുടെ കണ്ടമിടറി. ഷെറിന്റെ ശ്വാസം വിലങ്ങി. ഹൃദയമിടിപ്പ് നിലച്ചുപോയി. കണ്ണുകൾ മറിഞ്ഞ് കൈകാലുകൾ കുഴഞ്ഞു വീഴാൻ പോയ അവളെ അടുത്തുനിന്ന മാമച്ചൻ താങ്ങിപ്പിടിച്ചു. "ഇനി നെടുമ്പൊരിക്കൽ വീടാണ് കാണിക്കുന്നത്." ശരണ്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ മൊബൈൽ കോളുകൾ വരുന്നത് രോഹിത്ത് അറിയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അവൻ അവളോട് പറഞ്ഞു, "5 മിസ് കോൾ ഉണ്ട്, നിർത്തട്ടെ." അവൻ കോൾ ഓഫാക്കിയ ഉടൻ വീണ്ടും ഫോൺ റിങ് ചെയ്തു. പരിചയമില്ലാത്ത ഒരു നമ്പർ. അവൻ കോൾ അറ്റൻഡ് ചെയ്തു. "ആരാണെന്ന് മനസ്സിലായോ?" രോഹിത്തിന് ആദ്യം മനസ്സിലായില്ല. എന്നിട്ടും തട്ടിവിട്ടു. "എനിക്ക് മനസ്സിലായി." "എന്നാൽ പറ, ആരാണെന്ന്." മസിൽ പിടിച്ച് ടോൺ മാറ്റിയാണ് സംഭാഷണമെന്ന് അവൻ ഊഹിച്ചു. "എന്നെ കളിയാക്കാൻ നോക്കല്ലേ. ആർക്കും അറിയത്തില്ലാത്ത പോലെ എന്തിനാ ഈ അഭിനയം?" പറയുന്നതിനിടയിൽ അവൻ ആ ശബ്ദം ആരുടേതെന്ന് ട്രേസ് ചെയ്യാൻ തീവ്രശ്രമം നടത്തിക്കൊണ്ടിരുന്നു. "അത്ര മിടുക്കനാണെങ്കിൽ പറ, ആരാണെന്ന്." "ചുമ്മാ പരീക്ഷിക്കല്ലേ. ഞാൻ ഇതിനേക്കാൾ വലിയ നമ്പർ ഇറക്കിയിട്ടുള്ളവനാ." "അലിന ചേച്ചിയല്ലേ ഇത്?" "മൈ ഗോഡ്, ഇതെന്തു പറ്റി?" മാക്രി കരയുന്നത് പോലെ. അപ്പുറത്ത് ചിരി. "ഇതുവരെ മനസ്സിലായില്ലായിരുന്നു അല്ലടാ കള്ള." "മനസ്സിലായല്ലോ. ഇതെന്താ ഇങ്ങനെ? സ്വനപേടകം മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ വല്ലതും നടത്തിയോ? ഇപ്പം എവിടെയാ? ബംഗാളിലോ മറ്റോ പോകുമെന്ന് പറഞ്ഞിട്ട് പോയോ?" "പോയി." "ആ, അപ്പോൾ വെറുതെ അല്ല അവിടൊരു ചുഴലിക്കാറ്റുണ്ടായെന്ന് പത്രത്തിലും ടിവിയിലുമൊക്കെ കണ്ടു. അവിടെ ചെന്ന് നശിപ്പിച്ചോ? ഇവിടെ ഒരു കുടുംബം കുളം തോണ്ടിയിട്ടിരിക്കുകയാണല്ലോ." "എടാ മോനെ, ഞാനിപ്പോൾ സിക്കിമിലാ." "സിക്കിം? ഭൂട്ടാൻ?" "ലോട്ടറികളെക്കുറിച്ച് കേട്ടിട്ടുള്ള ജ്ഞാനമേ എനിക്കുള്ളൂ." "ആ, ഇതും അതുപോലൊരു ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങി തിരിച്ചതാ." "എന്നിട്ട് അടിച്ചോ ലോട്ടറി?" "എപ്പോഴേ അടിച്ചു. പണ്ടേ അടിച്ച ലോട്ടറി അല്ലേ. പക്ഷേ നമ്മളാരും അറിഞ്ഞില്ലെന്നേയുള്ളൂ." "റാണി ആന്റിയുടെ മോളെ കണ്ടുപിടിച്ചോ?" "അതല്ലേ പറഞ്ഞത്." "നേരാണോ ചേച്ചി? അതോ എന്നെയിട്ട് കുരങ്ങ് കളിപ്പിക്കുവാണോ?" "സത്യം മോനെടാ. റാണി ആന്റിയുടെ മോൾ ആരാണെന്ന് അറിയണ്ടേ നിനക്ക്? നീ കണ്ടിട്ടുണ്ട്. നീ അവളെ എടുത്തിട്ടുണ്ട്, നിന്റെ മടിയിൽ ഇരുത്തിയിട്ടുണ്ട്. നീ അവൾക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. നീ അവൾക്ക് ഉമ്മ കൊടുത്തിട്ടുണ്ട്. ഇനിയും വേണോ ക്ലൂ?" "ഈശ്വരാ, അലിനി ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? രേവതിക്കുട്ടിയോട് ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ലെങ്കിലും അത്രയും പ്രായവും വരില്ലല്ലോ. പിന്നെ ആരാണ് പോലും?"
ഒരു ക്ലൂവും കൊടുത്താ ചേച്ചി. എടാ മോനെ, നമ്മളൊരിക്കൽ കൊല്ലത്ത് പോയത് ഓർക്കുന്നുണ്ടോ? നീ എറണാകുളത്ത് വന്നപ്പോൾ. എൻ്റെ ഈശ്വര, ചിന്നുമോളാണോ ചേച്ചി? അതേന്നേ. ഏയ് ചുമ്മാ എന്നെ കളിപ്പിക്കല്ലേ. സത്യമാണോ ചേച്ചി? സത്യം സത്യം സത്യം. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? എങ്ങനെ കണ്ടുപിടിച്ചു? അതെല്ലാം ഞാൻ അവിടെ വന്നിട്ട് വിസ്തരിച്ചു പറയാം. ഇത് പപ്പയുടെ ഫോണിൽ നിന്ന് കട്ട് വിളിക്കുക. എൻ്റെ ഫോണിന് ഇവിടെ റേഞ്ച് ഇല്ല. എന്നാലും ഇതൊരു അത്ഭുത സംഭവമാണല്ലോ ചേച്ചി. രേവതിക്കുട്ടിയെ വിളിച്ചു പറഞ്ഞോ? പറഞ്ഞു. റാണി ആൻറ്റിയും അവിടെ ഉണ്ടായിരുന്നല്ലോ. അവരപ്പം തന്നെ കൊല്ലത്തേക്ക് പോയി. എന്തായിരുന്നു റാണി ആൻറ്റിയുടെ പ്രതികരണം? റാണി ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞില്ല. പറയണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. വിളിച്ചോണ്ട് പോയി നേരെ മുന്നിൽ നിർത്തിയിട്ട് കാണിച്ചു കൊടുക്കുക. റാണി ആൻറ്റി തന്നെ സ്വന്തം മോളെ തിരിച്ചറിയട്ടെ. അതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൂടിയാകും. അതേതായാലും നന്നായി ചേച്ചി. ഷോ, എനിക്കാ ഒരു കാഴ്ച കാണാൻ പറ്റില്ലല്ലോ. എനിക്കിപ്പോൾ ഒന്നുകൂടി ചിന്നുമോളെ കാണണമെന്ന് തോന്നുക. അലീന ചേച്ചിയുടെ സ്വരത്തിന് എന്ത് പറ്റിയതാ? മോനെ, ഇവിടെ നല്ല തണുപ്പാ. ഹിമാലയത്തിന്റെ അടിവാരമാണെന്ന് പറയാം. ഇവിടെ വന്നതേ എനിക്ക് കോൾഡ് പിടിച്ചു. നേരം ഇരുട്ടുമ്പം തൊണ്ടയും മൂക്കും അടയും. ചേച്ചി എന്നാ അവിടെ നിന്നും തിരിച്ചു പോരുന്നേ? നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. എന്നെ കുറെ കാഴ്ചകൾ കാണിച്ചു തന്നിട്ടേ പപ്പ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകത്തുള്ളൂ. അത് മതിയല്ലോ. അതാ നല്ലത്. അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണുവാൻ. എനിക്കാണെങ്കിൽ ചിന്നുമോളെയും റാണിയാൻ്റെയും ഇപ്പം തന്നെ കാണണമെന്നാ തോന്നുന്നേ. അത് സാരമില്ല ചേച്ചി. ഇവിടെ വരുമ്പം കാണാലോ. എന്നെ കൂടി വിളിക്കണേ. ഞാനും വരാം. എനിക്കും കാണാൻ കൊതിയാവുന്നു. ഞാൻ വിളിച്ചപ്പോഴൊക്കെ നിന്റെ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നല്ലോ. അത് ചേച്ചി ശരണ്യയുടെ അടുത്ത് സംസാരിക്കുമായിരുന്നു. അവൾ എപ്പോഴും ചേച്ചിയുടെ കാര്യം ചോദിക്കും. അവൾക്ക് ചേച്ചിയെ കാണുവാൻ കൊതിയുണ്ടെന്ന്. അവളിപ്പം എന്ത് ചെയ്യുവാ മോനെ? എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് പോകുന്നുണ്ട്. ഞാനൊരു ദിവസം അവിടെ വരുന്നുണ്ട് എല്ലാവരെയും കാണാൻ. ബബിത എവിടെ? അവളുടെ റൂമിൽ കാണും. അവൾ പിന്നെയും ആ പഴയ ആറ്റിറ്റ്യൂഡിലേക്ക് തിരിച്ചു പോയി കേട്ടോ. എന്തു പറ്റിയടാ? നീ അവളോട് സംസാരിക്കാറില്ലേ? അവൾക്ക് താല്പര്യമില്ല ചേച്ചി. ഒന്ന് വാ തുറക്കണ്ടേ? അവളുടെ റൂമിൽ അങ്ങനെ ഇരിക്കും. ചിലപ്പോൾ അമ്മയോട് സംസാരിക്കണ കേൾക്കാം. അവർ തമ്മിൽ എത്ര സ്നേഹത്തിൽ തുടങ്ങിയാലും അവസാനം അടിച്ചു പിരിയുകയും ചെയ്യും. അച്ഛനോട് ചോദിച്ചാൽ അവളെ കുറച്ചു ദിവസം എൻ്റെ കൂടെ വിട്ടയക്കോ കുളുത്തുപുഴയ്ക്ക്? ആഹാ, നന്നായി. അന്ന് അമ്മ വീരെടുത്ത് തല കീഴായിട്ട് മറിച്ചിടും. രോഹിത് ചെറുചിരിയോടെ പറഞ്ഞു. മോനെ, അച്ഛൻ എന്ത് പറയുന്നടാ? അച്ഛൻ എന്ത് പറയാൻ? അച്ഛൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു. മക്കളുടെ ഭാവി കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അച്ഛൻ അതിൽ പ്രധാന പങ്ക് വഹിക്കേണ്ടതല്ലേ? അച്ഛൻ ബബിതയോട് പറഞ്ഞു എഞ്ചിനീയറിങ്ങിന് പോകാൻ. അവൾക്ക് താല്പര്യം അതായിരുന്നു. പിന്നെ എന്തുകൊണ്ട് അവൾ ഡിഗ്രിക്ക് ചേരുന്നു? നിങ്ങൾക്കെല്ലാം സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൂടെ? ചേച്ചി, സർക്കസ് കൂടാരത്തിലെ മൃഗങ്ങളെ കണ്ടിട്ടില്ലേ? ആനയും സിംഹവും കടുവയും ഒക്കെ. എതിർപ്പില്ലാഞ്ഞിട്ടാണോ മൃഗശിക്ഷകനെ പേടിക്കുന്നത്? ഒറ്റയടിക്ക് അയാളുടെ തലച്ചോറ് ചിതറിക്കാനുള്ള കരുത്തില്ലാഞ്ഞിട്ടാണോ? ചാട്ടവാറിന്റെ ചീറ്റൽ കേൾക്കുമ്പോൾ അവ അടങ്ങി അനുസരണയോടെ നിൽക്കും. അടിമത്തം ശീലിച്ചുപോയി. അലീന രോഹിത്തിനോട് എന്തു മറുപടി പറയണമെന്നറിയാതെ വിഷമിച്ചു. രോഹിത്ത് അല്പസമയം കാത്തു. അവൾ എന്നാ പോണത് എറണാകുളത്തിന്? അടുത്തയാഴ്ച. മോനെ, ദേ പപ്പ വന്നു. ഞാൻ പിന്നെ വിളിക്കാട്ടോ. ശരി ചേച്ചി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോനെ. രോഹിത്ത് കോൾ നിർത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കാർ ഗേറ്റ് കടന്നു വരുന്നത് അവൻ ജനലിലൂടെ കണ്ടു. രേവതിക്കുട്ടിക്ക് ഫോൺ ചെയ്യാമെന്ന് വിചാരിച്ച് അവൻ നമ്പർ പ്രസ് ചെയ്യുമ്പോഴേക്കും കൃഷ്ണജ താഴെ നിന്ന് അവനെ അത്താഴം കഴിക്കാൻ വിളിച്ചു. അവൻ താഴേക്ക് ഇറങ്ങി വന്നു. അമ്മയും ബബിതയും ഡൈനിങ് ടേബിളിലുണ്ട്. എവിടെയോ പറഞ്ഞു നിർത്തിയത് തുടരുന്നത് പോലെ വൈജയന്തി പൊടുന്നനെ പറഞ്ഞു തുടങ്ങി. കല്യാണമേ വേണ്ടെന്ന് വിചാരിച്ച് അതിലുറച്ചു നിന്നവളാ ഞാൻ. വേറെ എത്രയോ നല്ല പുരുഷന്മാരെ കിട്ടുമായിരുന്നു എനിക്ക്. അച്ഛൻ താഴെ എത്തിയെന്നും അച്ഛൻ കേൾക്കാൻ വേണ്ടി പറയുന്നതാണെന്നും രോഹിത്തിനപ്പോൾ മനസ്സിലായി. കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടുകാർ ആരായിരുന്നെന്നാ നിന്റെ വിചാരം? ബബിതയോടാണ് ചോദ്യം. ഞങ്ങളുടെ കൊപ്ര മില്ലിലെ തേങ്ങാ പിണ്ണാക്ക് തിന്ന് വളർന്നവനാ നിന്റെ അച്ഛൻ. കൊപ്രയാട്ടുന്ന ജോലിയായിരുന്നു ബാലചന്ദ്രന്റെ അച്ഛന്. ഞാൻ വേണ്ട വേണ്ട 100 വട്ടം പറഞ്ഞതാ. ആര് കേൾക്കാൻ? അച്ഛന് ദുർബുദ്ധി തോന്നിയ നേരത്താ സ്വന്തം മകളെ പണിക്കാരന്റെ മകനെ കൊണ്ട് കെട്ടിച്ചത്. അതെങ്ങനെ? ഒരാൾ എൻ്റെ ഏട്ടന്മാരുടെ കാലും കൈയും പിടിച്ച് കെഞ്ചി നടക്കുകയായിരുന്നല്ലോ. വൈജയന്തിയെ ഞാൻ കല്യാണം കഴിച്ചോളാം, പൊന്നുപോലെ നോക്കിക്കൊള്ളാം, എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ തൂങ്ങിച്ചത്ത് കളയും എന്നെല്ലാം പറഞ്ഞ്. എന്നിട്ടാണ് ഇപ്പോഴീ ചതി. കിളുന്നു പെൺകുട്ടികളെ കണ്ടപ്പം എന്നെ വേണ്ട. അച്ഛൻ കോണിപ്പടി കയറി വരുന്നത് രോഹിത്ത് കണ്ടു. അമ്മയുടെ ഒച്ച കുറെ കൂടി ഉയർന്നു. അച്ഛനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മുള്ളും മുനയും കുപ്പിച്ചില്ലും വിഷവും പുരട്ടി വാക്കുകൾ എഴുതി വിടുകയാണ്. ബാലചന്ദ്ര മേനോൻ മകന്റെ മുമ്പിലെത്തി. അവനെ അർദ്ധഗർഭമായി നോക്കി ചെറുതായൊന്ന് ചിരിച്ചു. മോനെ രോഹിത്തെ, നാളെ 1 കിലോ പൂവൻ പഴം വാങ്ങണം മാർക്കറ്റീന്ന്. വൈജയന്തി കൂടി കേൾക്കാൻ വേണ്ടി ഉറക്കെയാണ് അയാൾ പറഞ്ഞത്. നിന്റെ അമ്മ വായ് തുറക്കുമ്പോൾ
ഓരോന്നെടുത്ത് കൊടുത്താൽ മതി. ആരോഗ്യത്തിനും അത് ഗുണം ചെയ്യും. ബാലചന്ദ്ര മേനോൻ രോഹിത്തിനെ കടന്ന് അയാളുടെ റൂമിന് നേർക്ക് നടന്നുപോയി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ബാക്കി കഥയുമായി വീണ്ടും വരാം. ബൈ.